1 ലിറ്റർ പെട്രോൾ 1 രൂപയ്ക്ക് അടിച്ചിട്ടുണ്ട്. ഇന്ന് ആ 1 രൂപ കൊണ്ട് ഒന്നും മേടിക്കാൻ പറ്റില്ല. എന്താണ് ഗിഫ്റ്റ് സിറ്റി എന്നും എന്താണ് ഇമ്പാക്ട് എന്നും അതൊരു സ്പെഷ്യൽ എക്കണോമിക് സോൺ ആണ്. NRIസിന് ടാക്സേഷൻ 0 ടാക്സ് ആണ്. ഒരു 10 ക്ലയൻസിനെ കിട്ടിയാൽ ഏജന്റിന് വലിയ ലാഭമായി. ഇതൊന്നും അറിയാതെയാണ് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് എ റിയൽ പ്രോബ്ലം. ഇറ്റ് ഈസ് ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഇന്നത്തെ കാലത്ത് ഏതൊക്കെ അസറ്റ് ക്ലാസുകൾ അവർ കൺസിഡർ ചെയ്യണം? ഒരു മലയാളിയായിട്ട് ഞാൻ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് എനിക്കൊരു നാണക്കേടല്ലേ. കൾച്ചറൽ ഷോക്ക്. ഗോൾഡ് ഹാസ് ഗോൺ എക്സ്ട്രീംലി ഹൈ. അത് വിചാരിച്ചിട്ട് നമ്മൾ ഇപ്പോൾ എല്ലാം ഇൻവെസ്റ്റ്മെന്റ്സും ഗോൾഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇസ് ഇറ്റ് എ റൈറ്റ് ഇൻവെസ്റ്റ്മെന്റ്? ഇറ്റ് ഈസ് നോട്ട്. യു ഷുഡ് ഹാവ് എ ബാലൻസ്ഡ് അപ്രോച്ച്. അപ്പോൾ ഒരു NRI സംബന്ധിച്ചിടത്തോളം അവർ എങ്ങനെയാണ് റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യാറ്? 10 കൊല്ലം കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ ആ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി ഇവിടെ ചേഞ്ച്ഡ്. 1 ലിറ്റർ പെട്രോളിന് 1 രൂപയ്ക്ക് അടിച്ചിട്ടുണ്ട്. പണ്ട് ഒരു കോയിൻ ബൂത്തിൽ ചെയ്യായിരുന്നു. ഇന്ന് ആ 1 രൂപയ്ക്ക് വാല്യൂ ഇല്ല. സോ ടൈംസ് ഹാവ് ചേഞ്ച്ഡ്. ഹാവ് മൈ മണി ഗിവൻ മീ ദ റിട്ടേൺസ് ദാറ്റ് ഐ ആം എക്സ്പെക്ടിങ് ഫ്രം ദ ഇൻവെസ്റ്റ്മെന്റ്സ്. ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് റിട്ടേൺസ്. ബിലോങ്ങിന് ഇവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ദിസ് ഇസ് എ വെരി സ്നീക്ക് പീക്ക്. ഞങ്ങൾ ആദ്യമായിട്ടാണ് റിവീൽ ചെയ്യുന്നത്.